ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഷെഫീക്സ് ജേണിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളെ വൈഡ് ആംഗിൾ ലെൻസ്, നിങ്ങളോട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വൈഡ് ആംഗിൾ ലെൻസിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ്. ഇതിൻ്റെ ബോക്സ് ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിലും ഞാൻ ഇന്നലെ കാണിച്ച പോലെ തന്നെ, ഇന്നലെ കാണിച്ച അതേപോലത്തെ ഇതല്ല, രണ്ടും വ്യത്യാസമുണ്ട്. മറ്റേ ഗ്രേ ആണിത് 60mm, ഇത് കുറച്ച് ബ്ലാക്ക്, ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അതൊന്ന് എന്താ പറയുക, കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എടുക്കും. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഹൂക്കും കാര്യങ്ങളുണ്ട്, നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. ഞാൻ നിങ്ങൾക്കിന്ന് വേഗം വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. കുറേ ആൾക്കാർ എന്നോട് കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കാം, പെട്ടെന്ന് ആക്കാം. ഇത് നമ്മളെ മൗണ്ടാണ്. ഇത് കുറച്ചും കൂടി വലിയ മൗണ്ടാണ്, കുറച്ച് സ്ട്രോങ് ആണ്. മറ്റേതിനെ സംബന്ധിച്ചോളം കുറച്ചും കൂടി സ്ട്രോങ് മൗണ്ടാണ് ഇതിന് വന്നിട്ടുള്ളത്. പോരാത്തതിന് ഇതിൻ്റെ ഈ ബേസിൽ റബ്ബറുണ്ട്, നമ്മുടെ സ്ക്രീനിനൊന്നും പറ്റാതിരിക്കാൻ. രണ്ടിടത്തും ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, രണ്ടിടത്തും റബ്ബറിൻ്റെ ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ക്രീനിന് വേറെ സ്ക്രാച്ചസ് കാര്യങ്ങൾ, നമ്മൾ ഫോണിനൊന്നും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രിക്കോഷൻ കൊടുത്തതാണ്. പിന്നെ ഉള്ളത് നമ്മളെ കഥയിലെ നായകൻ, ഇവനാണ് നമ്മൾ പറഞ്ഞ നടൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്, അപ്പോൾ അത് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നല്ല അടിപൊളി ലെൻസാണ്. സ്കൈവിക്കിൻ്റെ ലെൻസ് ഇതാണ് സംഭവം. നല്ലൊരു സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ. ഇവിടെ നമ്മൾ ഈ മൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാം നിങ്ങൾക്ക്. വൈഡ് ആംഗിളിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഒത്തിരി നല്ല ക്ലിക്കുകൾ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനിത് മേടിക്കുമ്പോൾ ഇത്ര ഒന്നും പെർഫോമൻസ് വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്നാലും ഞാൻ മേടിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് മേടിച്ചപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിപ്പോയി. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബോഡിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഇത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് രണ്ട് ലെൻസായിട്ടാണ് വരുന്നത്. വൈഡ് ആംഗിളാണ് ഇത്. ഇതാണ് വൈഡ് ആംഗിൾ. നമ്മൾ 0.45x വൈഡ് ആംഗിളാണിത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് മാക്രോ ആയിട്ട് കിട്ടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മാക്രോ ഇഷ്ടമായിട്ടാണ്. വൈഡ് ആംഗിൾ ഞാൻ അധികം വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഫോട്ടോസും എടുക്കും, ഇല്ലായൊന്നുമില്ല. പക്ഷെ അധികം വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സീനറി കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്നുള്ളതിൽ എടുത്തതാണ്. മാക്രോ ലെൻസ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളിൽ കിട്ടുന്നതൊക്കെ ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തിട്ട്, ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, സെൻറ്ററാക്കി വെക്കുക. നമുക്ക് 3 ക്യാമറ ഉണ്ട് ഇവിടെ. ഈ 3 ക്യാമറയിൽ എൻ്റെ ക്യാമറ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് വൈഡ് ആംഗിൾ ലെൻസാണിത്. കമ്പനി തരുന്നത് തന്നെയാണ് വൈഡ് ആംഗിൾ ലെൻസ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന നോർമൽ ക്യാമറ. അപ്പോൾ അതിൽ സെൻറ്റർ ആക്കി വെക്കുക. ഇതുപോലെ സെൻറ്റർ ആക്കി വെക്കുക. കണ്ടില്ല, ഇതാണ് സെൻറ്റർ ആക്കി വെക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ വ്യൂ. ഓക്കെ, ഇത്രയും നല്ല രീതിയിൽ വൈഡായിട്ട് എല്ലാം അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു അടിപൊളി ഇതാണ് കാണാൻ പറ്റും നിങ്ങൾക്ക്. വീഡിയോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സൂമൊന്നും ചെയ്യാതാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി തന്നെ, നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ മാക്രോ ഉണ്ടായത് കൊണ്ട് തന്നെ മാക്രോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. വലിയ പൂക്കളൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടില്ല, വൈഡ് ആംഗിൾ ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഏരിയ നമുക്ക് ആ ഒരു ലെൻസിൽ നമുക്ക് കവർ ചെയ്തിട്ട് കിട്ടും.
കണ്ടില്ല, ഇത്രയും ഒരു ഏരിയ നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം ആ വൈഡ് ആംഗിൾ വീഡിയോ എടുക്കുന്നതിനോടൊപ്പം. മിനിച്ചർ കാറുകളുണ്ടായിരുന്നു. ഒരു ജീപ്പ് റാംഗ്ലർ, ഫോർഡ് മസ്റ്റാങ്ങിൻ്റെ ഒരു മിനിച്ചറുണ്ട്. കണ്ടില്ല, ഇത് വലിയ സൈസിലുള്ള വണ്ടിയാണ്. ഇതിലും ചെറിയ സൈസിൽ വരുന്ന മസിൽ നമ്മളെ ഡോഡ്ജ് ചലഞ്ചർ ഉണ്ട് ഒരു മിനിച്ചറായിട്ട്. പിന്നെ ഉള്ളത് ഒരു പോർഷ് കരയിലാണ്, KNS അതാണ് സംഭവം, പോർഷ് KNS. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഒരു പിക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ആ വീഡിയോസും അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ഫോട്ടോസും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് ഞാൻ ഇവിടുന്ന് ഊരിയെടുക്കാൻ പോവാണ്. ഓക്കെ, പിന്നില്ല, ഇപ്പോൾ കണ്ട് ഫുള്ള് ബ്ലറായി. നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കിട്ടും. ഇത് എടുക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല. വൈഡ് ആംഗിൾ, ഇത് വൈഡ് ആംഗിളാണ്. ഇത് ഇത്രയും ഏരിയ കിട്ടത്തുള്ളൂ. നമ്മൾ ഇനി നേരത്തെ കണ്ട പൂക്കൾ നമുക്കിപ്പോൾ എല്ലാം ബ്ലറായിട്ട് തന്നെ കിടക്കുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ കളി എന്ന് വെച്ചാൽ നമ്മൾ എത്രയും മാക്സിമം എടുത്തു പോകുന്നുണ്ടോ അത്രയും ക്ലാരിറ്റിയിൽ ഈ ഫോട്ടോ നമുക്ക് എടുക്കാം എന്നതാണ്. ഇതിൻ്റെ ക്ലാരിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കാറ്റൊക്കെ ഉള്ളൊരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഒന്ന് ക്ഷമ വേണ്ടി വരും. എന്തായാലും നല്ലൊരു പിക്കൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇനിയും എടുത്തു പോകുന്നതിന് ഇനിയും നല്ല ഷോട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല രസമുള്ള ക്ലിക്സ് നമുക്ക് എടുത്തു പോയിട്ട് എടുക്കാം. ഹണീബി തേന് കുടിക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് ഇതൊക്കെ നല്ല പോലെ എടുക്കാം. ചെറിയ വസ്തുക്കൾ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. അതിൽ വെള്ളം ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും കൂടി അതിൻ്റെ അടുത്ത് പോയാൽ കാണാം. ഒരു ബോട്ടിലിൻ്റെ അകത്ത് വെള്ളം, ഈർപ്പമാണിത്. ഇത്രയും ക്ലാരിറ്റി തന്നെ നമുക്ക് ഡ്യൂ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ വൈഡ് ആംഗിൾ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഏരിയയും കവറായിട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
പറ്റുന്നവർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വെറുതെ ഞാൻ പറഞ്ഞതിനുള്ള പേരിൽ പോയി മേടിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യം യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പ്രോഡക്റ്റിൻ്റെ ട്രൈ ചെയ്യുക. നമ്മുടെ അടുത്ത് എപ്പോഴും ക്യാഷ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ക്യാഷ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഓരോ ഇഷ്ടങ്ങൾ വരണം. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ സ്കൈവിക്കിൻ്റെ വൈഡ് ആംഗിൾ പ്ലസ് മാക്രോ ലെൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല ക്ലിക്കുകളും കാര്യങ്ങളൊക്കെ സുഖസുന്ദരമായിട്ട് നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ എടുക്കാൻ പറ്റും. വീഡിയോ കാര്യങ്ങളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഒരു വ്ളോഗിങ് ആയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് പിന്നെ കാണാം. ടിൽ ദെൻ ബൈ.